ന്റെ സ്നാനം സ്വീകരിച്ച് പാപികളോട് താതാത്മ്യപ്പെടുന്ന യേശുനാഥൻ പിതാവിൻ്റെ പ്രിയപുത്രനാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും വെളിപ്പെടുത്തപ്പെടുന്ന മറ്റൊരു പ്രത്യക്ഷീകരണ തിരുനാളാണ് വാസ്തവത്തിൽ ഈ ജ്ഞാനസ്നാന തിരുനാൾ. ദൈവത്തിന് നന്ദി പറയാം. യഥാർത്ഥ മാമോദീസ, ആത്മാവിൽ സ്നാനം നൽകുന്ന യേശുനാഥൻ്റെ സ്നാനം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് അവിടുത്തെ തിരുബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. യേശുനാഥൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമാണ് തൻ്റെ മാമോദീസ എങ്കിൽ അതിൻ്റെ പൂർത്തീകരണമാണ് തൻ്റെ മാനുഷികതയെ തന്നെ ബലി കഴിക്കുന്ന ഈ ബലി. ഭക്തിയോടെ ഈ ബലിയിൽ പങ്കുചേർന്ന് പരോന്മുഖമായി ജീവിക്കാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സ്വാർത്ഥതയും ഓർത്ത് അവിടുത്തോട് മാപ്പ് ചോദിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. നിത്യകന്യകയായ ബത്ലഹേമിത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ശക്തനാം ദൈവമേ, നാഥനാം അങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീ യേശുക്രിസ്തുവേ, ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോക
രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സ്വരൂപൻ പിതാവ് തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുടെ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങ് മാത്രം പരിപാലൻ അങ്ങ് താനേകനാം നാഥനും അങ്ങ് മാത്രം പരമോന്നതൻ ത്രിത്വൈക മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ജോർദാൻ നദിയിൽ ക്രിസ്തു ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം പരിശുദ്ധാത്മാവ് അവിടുത്തെ മേൽ ഇറങ്ങി വന്നപ്പോൾ അങ്ങ് പ്രിയപുത്രനായി അവിടുത്തെ സാഘോഷം അങ്ങ് പ്രഖ്യാപിച്ചുവല്ലോ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും പുതുജന്മം പ്രാപിച്ച അങ്ങയുടെ ദത്തപുത്രരായ ഞങ്ങൾ അങ്ങേ പ്രീതിയിൽ എന്ന് നിലനിൽക്കാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഇതാ എൻ്റെ ദാസൻ, ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ഏഷ്യാപ്രവചന പുസ്തകത്തിൽ നിന്ന് 42 അധ്യായം 1 മുതൽ 4 വരെയും 6ഉം 7ഉം വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല, തെരുവീഥിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയുമില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കുവാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്ക് പിടിച്ചു നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്ന് അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, മഹത്വവും ശക്തിയും അവിടുത്തെ തന്നെ പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്വരം ജലരാശിക്ക് മീതെ മുഴങ്ങുന്നു. ജലസഞ്ചയങ്ങൾക്ക് മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്.
കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സ്വരം ദേവദാരുക്കളെ പല തകർക്കുന്നു. കർത്താവ് ലബനോനിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു. കർത്താവ് ജലസഞ്ചയത്തിനു മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പത്രോസ് പ്രഭാഷണം ആരംഭിച്ചു. സത്യമായും ദൈവത്തിന് പക്ഷാപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയിക്കുന്നു. സമാധാനത്തിൻ്റെ സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ ആരംഭിച്ച് യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. നസറായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട് പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് നീ സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്നും കേട്ടു. കർത്താവിന്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. സമീപിക്കാം. ക്രിസ്തുവിൽ പ്രിയമുള്ള ബ്രദർ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 3 സുവിശേഷങ്ങളിലും മത്തായി, മാർക്കോസ്, ലൂക്ക വിശദമായി വിവരിക്കുന്ന ഒന്നാണ് യേശുവിൻ്റെ ജ്ഞാനസ്നാനം. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഇന്ന് നാം ശ്രവിച്ചതുപോലെ പത്രോസ്ലീഹ യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് ശക്തമായി തൻ്റെ പ്രസംഗത്തിൽ പ്രതിപാദിക്കും. ഇങ്ങനെ ആദിമ സഭയെ
ഒത്തിരി സ്വാധീനിച്ച ഒരു സംഭവമാണ് യേശുവിൻ്റെ ജ്ഞാനസ്നാനം എന്നത് വളരെ വ്യക്തമാണ്. വളരെ വിചിത്രമായി നമുക്ക് തോന്നാവുന്ന ഒന്നാണ് യേശുവിൻ്റെ ജ്ഞാനസ്നാനം. കാരണം സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചത് അനുതാപത്തിൻ്റെ സ്നാനമാണ്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുക, സ്നാനം സ്വീകരിക്കുക. അത് കേട്ട് യഹൂദരൊക്കെ ഇങ്ങനെ ജോർദാൻ നദീതീരത്ത് ക്യൂ നിൽക്കുകയാണ് സ്നാനം സ്വീകരിക്കാൻ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ്. അപ്പോൾ അവരോട് സ്നാപകൻ പറയുന്നുണ്ട്, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ ഒരാൾ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ വലിയവനാണ്, അവൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം തരും. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇതാ ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് യേശുവും ഈ സ്നാനം സ്വീകരിക്കാൻ വരുന്നു. സ്നാപകന് അത്ഭുതമായി. സ്നാപകൻ പറഞ്ഞു, പറ്റില്ല, ഞാൻ അങ്ങിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടവനാണ്. എൻ്റെ സ്നാനം വെറും അനുതാപത്തിൻ്റെ സ്നാനം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിന് എങ്ങനെയാണ് ഈ അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കുക? പറ്റില്ല. എന്നാൽ യേശു പറയും, തൽക്കാലം നീ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കട്ടെ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ അതിശക്തമായ ഒരു താതാത്മ്യപ്പെടലാണ് ഈ സ്നാനം. പാപികളെ രക്ഷിക്കാൻ വരുന്ന യേശു നമ്മളിൽ നിന്ന് അന്യനല്ല, നമ്മളെപ്പോലെ ഒരുവനാണെന്ന് യേശു സ്വയം വെളിപ്പെടുത്തുകയാണ്. നമ്മളെപ്പോലെ നമ്മളോട്, പാപികളായ നമ്മളോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് നമ്മളിൽ ഒരാളാണ് എന്ന് യേശു പ്രഖ്യാപിക്കുകയാണ് ഈ അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കുമ്പോൾ. ഇത് വളരെ ശക്തമായ ഒരു താതാത്മ്യപ്പെടലാണ്. പാപമില്ലാത്തവൻ പാപികളോട് താതാത്മ്യപ്പെടുന്നു. പൗലോസ്ലീഹ വളരെ സുന്ദരമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. 2 കൊരിന്തോസ് 5:21 അവനിൽ നാം നീതിയായി തീരേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. നോക്കുക, ദൈവം പാപമറിയാത്ത യേശുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. ഈസ് മെയ്ഡ് എ സിൻ. യേശുവിനെ ദൈവം പാപമാക്കി എന്നാണ് പൗലോസ്ലീഹ ഇതിനെക്കുറിച്ച് പറയുക. യേശു പാപമായി തീരുകയാണ്. പാപികളെ രക്ഷിക്കാൻ വേണ്ടി പാപഭാരമെല്ലാം ഏറ്റ് പാപം തന്നെയായി മാറുന്ന യേശുവിനെയാണ് നമ്മളിവിടെ സ്നാനത്തിൽ കാണുക. ഈ ഒരു താതാത്മ്യപ്പെടല് വളരെ ത്യാഗോജ്വലമാണ്. ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്ത് ജർമ്മനിയുടെ ഏകാധിപതിയായിരുന്ന ഹിറ്റ്ലർ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം യഹൂദരെ മുഴുവൻ തുടച്ചു നീക്കണം. ജർമ്മൻസാണ് ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് സമർത്ഥിക്കണം. യഹൂദർ വളരെ ബുദ്ധിമാന്മാരായതുകൊണ്ട് യഹൂദ വംശത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ് ഹിറ്റ്ലർ ചെയ്തിരുന്നത്. അപ്പോൾ ഡെൻമാർക്ക് എന്ന രാജ്യത്തിലെ രാജാവിനോട് ഹിറ്റ്ലർ പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്തിലെ യഹൂദന്മാരോട് അവരെല്ലാവരും അവരുടെ വലത്തെ കയ്യിൽ ഒരു മഞ്ഞ റിബൺ കെട്ടാൻ ആവശ്യപ്പെടണം. ഡെൻമാർക്കിലെ രാജാവിന് കാര്യം മനസ്സിലായി. ഈ മഞ്ഞ റിബൺ കെട്ടിയവരെ വേഗത്തിൽ കൊന്നൊടുക്കി ഡെൻമാർക്കിലെ യഹൂദരെ നശിപ്പിക്കുക, അതാണ് ഹിറ്റ്ലറിന്റെ കൽപ്പന. ലംഘിച്ചാൽ അതിൻ്റെതായ പ്രയാസം. അതുകൊണ്ട് ഈ ഡെൻമാർക്കിലെ രാജാവ് ചെയ്തത്, ആദ്യം ഡെൻമാർക്കിലെ രാജാവ് തൻ്റെ വലത്ത് കൈയിൽ ഒരു മഞ്ഞ റിബൺ കെട്ടി. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈ രാജ്യത്തെ എല്ലാ യഹൂദരും ഇപ്രകാരം വലത്തെ കൈയിൽ മഞ്ഞ റിബൺ കെട്ടുക. ഡെൻമാർക്കിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. അവരെല്ലാവരും മഞ്ഞ റിബൺ കൈകൾ കെട്ടി. യഹൂദര് മാത്രമല്ല, ഡെൻമാർക്കിലെ എല്ലാ ജനങ്ങളും. പ്രിയമുള്ളവർ, ഇതൊരു താതാത്മ്യപ്പെടലാണ്. യഹൂദരെ ഹിറ്റ്ലറെ കൊല്ലുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഡെൻമാർക്കിലെ രാജാവും അവിടുത്തെ ജനവും ഈ യഹൂദ ജനതയോട് താതാത്മ്യപ്പെട്ട് അവരും ഈ മഞ്ഞ റിബൺ കെട്ടി. ഹിറ്റ്ലർ നോക്കിയപ്പോൾ ഒരു രക്ഷയുമില്ല.
എല്ലാവരും മഞ്ഞ റിബൺ കെട്ടിയവര്. അങ്ങനെ ഡെൻമാർക്കിലെ യഹൂദര് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതേപോലെ പ്രിയമുള്ളവരെ, ഒരു താതാത്മ്യപ്പെടലാണ് യേശു ഇവിടെ ചെയ്യുക. പാപമില്ലാത്തവൻ, ലോകത്തിന്റെ പാപം നീക്കാൻ വന്നവൻ, നമുക്ക് വേണ്ടി പാപമായി തീരുന്ന താതാത്മ്യപ്പെടല്, അതാണ് ഈ ജ്ഞാനസ്നാനം. അതുകൊണ്ടാണ് യേശു പറയുക, തൽക്കാലം നീ ഇത് സമ്മതിക്കുക, എനിക്ക് സ്നാനം തരിക. എന്നാൽ യേശു ആ സ്നാനം സ്വീകരിക്കുമ്പോൾ അത് ഒരു പുത്തൻ ജ്ഞാനസ്നാനമായി മാറ്റുന്നു ദൈവം. അനുതാപത്തിന്റെ സ്നാനം ആത്മാവിന്റെ സ്നാനമായി മാറുന്ന അത്ഭുത സംഭവമാണ് ഈ ജ്ഞാനസ്നാന വേളയിൽ നമ്മൾ കാണുന്നത്. 3 വലിയ സംഭവങ്ങള്. ഒന്ന്, സ്വർഗം തുറക്കപ്പെട്ടു. ഈ ആദിമകാലത്തെ ഈ പ്രപഞ്ച സിദ്ധാന്തം, കോസ്മോളജി അനുസരിച്ച് 3 ലോകങ്ങളായിട്ടാണ്. ഭൂമി, ഭൂമിക്ക് മുകളിൽ ആകാശം, ആകാശത്തിന്റെ മുകളിൽ സ്വർഗം, ഭൂമിക്കടിയിൽ പാതാളം. ഈ ഒരു കാഴ്ചപ്പാടിലാണ് സ്വർഗം തുറന്നു, ആകാശം തുറന്നു. യെശയ്യായുടെ പുസ്തകത്തിൽ 60-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവമേ നീ ആകാശം തുറന്ന് ഇറങ്ങി വരണമേ. ആകാശം തുറന്നിറങ്ങി വരണം. സ്വർഗം ആകാശത്തിന്റെ മുകളിലാണെങ്കിൽ ആകാശം തുറന്നിറങ്ങി വരണം. അപ്പോൾ സ്വർഗം തുറക്കപ്പെടുക, ആകാശം തുറക്കപ്പെടുക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ യേശുവിന്റെ മാമോദീസായിലൂടെ ദൈവം അതിശക്തമായി ഇടപെടുകയാണ്. പരസ്യ ജീവിതം സമാരംഭിക്കുകയാണ്. 33 വർഷത്തെ യേശുവിന്റെ 30 വർഷത്തെ യേശുവിന്റെ രഹസ്യ ജീവിതം സമാപിച്ച് ഇതാ പരസ്യ ജീവിതത്തിന്റെ ഉദ്ഘാടനമാണത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശക്തമായ ഇടപെടല് സ്വർഗം തുറക്കപ്പെടുന്നു എന്ന് പറയുന്നത്. അവിടെ ഇതാ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നു. ഇതാണ് ആത്മാവിന്റെ അഭിഷേകം. അതാണ് പത്രോസ്ലീഹ പറയുക, ആത്മാവും ശക്തിയും വഴി അഭിഷേകം ചെയ്യപ്പെട്ടവൻ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. സ്നാപകൻ അതാണ് പറയുക, ഞാൻ വെറും ജലം കൊണ്ട് സ്നാനം നൽകുമ്പോൾ ഇതാ വരുന്നവനുണ്ട്, അവൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട്, അഗ്നിയെ കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകും. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാണ് യേശുവെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് പ്രാവിന്റെ രൂപത്തിൽ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ. യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്നാപകൻ പറയും, ആരിൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നുവോ അവനാണ് യഥാർത്ഥ ദൈവപുത്രനെന്ന് എനിക്ക് ദൈവം വെളിപ്പെടുത്തിയിരുന്നു. ഞാനിത് കണ്ടു, ആകയാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഇവനാണ് യഥാർത്ഥ ദൈവപുത്രൻ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആവസിക്കപ്പെട്ട യേശുവാണ് യഥാർത്ഥ ദൈവപുത്രനെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. 3-ാമത്തെ സംഭവം ദൈവത്തിന്റെ അരുളപ്പാടാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നമ്മൾ 1-ാമത്തെ വായനയിൽ ശ്രവിച്ചു. യെശയ്യാ 40-ാം അധ്യായം 1-ാം വാക്യം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പ്രിയമുള്ളവരെ, അവിടെ സഹനദാസനെ കുറിച്ചാണ് യെശയ്യാ പറയുക. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാ തൻ്റെ ജീവൻ പോലും എനിക്ക് വേണ്ടി ത്യജിക്കുന്ന മരണത്തോളം, അതേ കുരിശ് മരണത്തോളം തന്നെ തന്നെ അനുസരണയുള്ളവരാക്കുന്ന യേശുവിനെ കുറിച്ചാണ് പിതാവ് പറയുക. ആ സഹനദാസനെ കുറിച്ചാണ് പറയുക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. മരണം വരെ, കുരിശ് മരണം വരെ പിതാവിന് അനുസരണയുള്ളവനായി തീരുന്ന പ്രിയപുത്രനാണ് ഇവൻ. അതുകൊണ്ട് ഈ മാമോദിസ തിരുനാള് യഥാർത്ഥത്തിൽ ഒരു ധനഹാ തിരുനാളാണ്, ഒരു പ്രത്യക്ഷീകരണ തിരുനാളാണ്. ലോകത്തിന് മുഴുവൻ പിതാവായ ദൈവം വെളിപ്പെടുത്തുകയാണ്, ഇവൻ യഥാർത്ഥ ദൈവപുത്രനാണ്, ഇവൻ യഥാർത്ഥ രക്ഷകനാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു തിരുനാള് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം, നമ്മൾ ഈ സ്നാനം സ്വീകരിച്ചവരാണ്. നമ്മളൊക്കെ സ്നാപക യോഹന്നാന്റെ ജ്ഞാനസ്നാനമല്ല, യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്. നമ്മളെല്ലാവരും ഉത്ഭവ പാപത്തിൽ നിന്ന് കഴുകപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരുകയും അങ്ങനെ നമ്മളെല്ലാം ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദത്തുപുത്രര്, ദത്തുപുത്രിമാര്
ആയി മാറിയിരിക്കുന്നു എന്നത്. ആകയാൽ ഈ ദിനത്തില് നമ്മൾ സ്വീകരിച്ച മാമോദിസ എന്ന അതിമഹത്തായ കൂദാശയുടെ മഹോന്നതി തിരിച്ചറിയാനുള്ള ദിനമാണ്. ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം. മാമോദിസ എന്ന കൂദാശ സ്വീകരിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ അൾത്താരയുടെ ചുറ്റും കൂടാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കൂദാശ നമ്മൾ സ്വീകരിച്ച മാമോദിസ എന്ന കൂദാശ. ആ ഒരു വലിയ പ്രാധാന്യം മുൻപൊക്കെ ആദിമസഭയിൽ പ്രായപൂർത്തിയായാൽ മാത്രമേ മാമോദിസ കൊടുക്കൂ. പിന്നീട് സഭ ഒത്തിരി വികസിച്ചു കഴിഞ്ഞു. ഒത്തിരി കുഞ്ഞുങ്ങളുടെ മാമോദിസയ്ക്ക് വേണ്ടി വന്നപ്പോഴാണ് ഈ ഇൻഫന്റ് ബാപ്റ്റിസം, കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുന്ന പരിപാടി തുടങ്ങിയത്. അത് മാതാപിതാക്കളുടെ വിശ്വാസത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് മാമോദിസ തുടങ്ങുമ്പോൾ ചോദിക്കുന്നത്, ഈ വിശ്വാസത്തിൽ ഈ കുഞ്ഞിനെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നുവോ? അപ്പോൾ മാതാപിതാക്കൾ പറയും ഏറ്റെടുക്കുന്നു. അടുത്ത ചോദ്യം, ഇതിന് ഈ മാതാപിതാക്കളെ സഹായിക്കാൻ ജ്ഞാനസ്നാന മാതാപിതാക്കളായ നിങ്ങൾ സന്നദ്ധരാണോ? അവർ പറയും സന്നദ്ധരാണ്. അത് കഴിയുമ്പോഴാണ് മാമോദിസ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുമ്പോൾ അതൊരു വലിയ ആഘോഷ ചടങ്ങായിട്ട് കൊണ്ടാടുന്നതിനപ്പുറം നമ്മൾ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയില് വിശ്വാസത്തില് പരിശീലിപ്പിക്കുക. അതാണ് നമ്മൾ ഏറ്റെടുക്കുന്ന വലിയ ഉത്തരവാദിത്വം. യേശുവാണ് രക്ഷകൻ, യേശു ഏക രക്ഷകനാണ് എന്ന വിശ്വാസത്തിലേക്കാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ സ്നാനം സ്വീകരിക്കുന്നത്. ആ വിശ്വാസം നമുക്കുണ്ടാവണം, ആ ബോധ്യം നമുക്കുണ്ടാവണം. ആ ബോധ്യമുള്ളവരെ വേണം ഈ തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമാക്കാൻ. ഒരുമിച്ചിരുന്ന് വെള്ളമടിക്കുന്ന ആളെ പിടിച്ച് കുമ്പാരിയാക്കുന്ന ആ രീതിയൊക്കെ മാറണം. വിശ്വാസത്തിൽ ഈ കുഞ്ഞിനെ വളർത്താൻ ഉപദേശം കൊടുക്കാൻ പറ്റുന്നവരെ വേണം തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ അവരുടെ ഉപദേശത്താലും ജീവിത മാതൃകയാലും വിശ്വാസത്തിൽ വളരാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കണം. ഒപ്പം പ്രിയമുള്ളവരെ, നമ്മൾ ഈ മാമോദിസയിലൂടെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി തീർന്നിരിക്കുന്നവരാണ്. ഇതാ എൻ്റെ പ്രിയപുത്രൻ, ഇതാ എൻ്റെ പ്രിയപുത്രി എന്ന് മാമോദിസ വേളയിൽ ദൈവം നമ്മെക്കുറിച്ച് പറയുകയാണ്. അത് ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റെ ഈ പ്രീതിയിൽ ആയിരിക്കുക. അവൻ മരണത്തോളം, അതേ കുരിശ് മരണത്തോളം അനുസരണമുള്ളവനായിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രീതിയിൽ വളർന്നു. നമ്മളും ദൈവത്തിൻ്റെ കൽപ്പന അനുനിമിഷം പാലിച്ചുകൊണ്ട് അവിടുത്തെ പ്രീതിയിൽ വളരുക. അപ്പോഴാണ് നമ്മൾ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളാകുന്നത്. അതാണ്, അതിലേക്കുള്ള വിളിയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തമാണ് മാമോദിസ എന്ന കൂദാശ തരുന്നത്. വലിയ മഹത്വവും ഒപ്പം വലിയ ഉത്തരവാദിത്തവും. എന്നും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായി മകളായി ഞാൻ ജീവിക്കണം. എന്നും അവിടുത്തെ കൽപ്പനയ്ക്കെതിരെ തിരിയാതെ അവിടുത്തെ കൽപ്പനയ്ക്ക് അനുസൃതമായി മരണം വരെ, കുരിശ് മരണം വരെ അവിടുത്തെ കൽപ്പന പാലിക്കാൻ നാം സമ്മതം മൂളുമ്പോഴാണ് നമ്മൾ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളാവുക. അങ്ങനെ മാമോദിസ അനുദിനം ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് സ്നാപകനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച യേശുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസ പ്രമാണം ഉറക്കെ പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ സർവശക്തനായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവ് ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവ് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുത്തെ വഴിയായി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി തലകുമ്പിട്ടുകൊണ്ട് പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശ്വസിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു.
ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ദൈവത്തിന്റെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ സ്നേഹബലിയോടൊപ്പം നമ്മളെല്ലാ യാചനകളും നിയോഗങ്ങളും കർത്താവിന് സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാ അധ്യക്ഷൻ ജെയിംസ് പിതാവിനെയും ഞങ്ങളുടെ ഇടവകയെ നയിക്കുന്ന ആന്റണി ടോപ്പോളച്ചനെയും സിസ്റ്റേഴ്സിനെയും മറ്റെല്ലാ സന്യസ്തരെയും പരിശുദ്ധാത്മാ നിറവിൽ സഭയെ നയിക്കുവാനും വിശുദ്ധിയുള്ള ഹൃദയത്തോടെ ദൈവ പദ്ധതികൾ നിറവേറ്റുവാനുമുള്ള കൃപാവരം അങ്ങേ അഭിഷിക്തരിലേക്ക് ചൊരിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, ജ്ഞാനസ്നാനത്തിലൂടെ ക്രൈസ്തവരായ എല്ലാവരെയും അങ്ങേ കരതാരിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി കരുണയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രവർത്തികൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും ആഴപ്പെട്ട് ജീവിക്കുവാൻ എല്ലാ ക്രൈസ്തവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഐക്യപ്പെട്ട് ഒന്നായി തീർന്നുകൊണ്ട് രക്ഷാകര പദ്ധതി പൂർത്തിയാക്കിയതുപോലെ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യപ്പെട്ട് ജീവിച്ചുകൊണ്ട് അവരുടെ കർത്തവ്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ വേണ്ട കൃപാവരം എല്ലാ കുടുംബങ്ങളുടെ മേലും വർഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയായ പിതാവേ, രോഗങ്ങളാലും ദാരിദ്ര്യത്താലും മറ്റു വേദനകളാലും പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഓരോ മക്കളെയും അങ്ങേ പൊൻകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ അവസ്ഥകളിലും മനുഷ്യമക്കളെ കൈവിടാതെ മുന്നേറുവാനും വേണ്ട ആത്മചൈതന്യം പകർന്നു നൽകി തളർന്നുപോയ ഇവരുടെ ഹൃദയങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഈ ഭൂമിയിൽ അങ്ങ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞ ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി നൽകണമേ. മനുഷ്യരക്ഷയ്ക്കായി അങ്ങ് ചിന്തിയ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ ഈ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ജേക്കബ് കല്ലുപുരയ്ക്കൽ സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അങ്ങയുടെ പ്രിയ മകൻ ജേക്കബ് കല്ലുപുരയ്ക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇനിയും അങ്ങയുടെ സ്നേഹത്തിൽ അങ്ങയുടെ പ്രിയദാസനെ കാത്തുപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഈ ആഴ്ചത്തെ ഞങ്ങളെല്ലാ അധ്വാനങ്ങളെയും സമർപ്പിക്കുന്നു. തൊഴിലില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് ഈ ആഴ്ചയിൽ സമൃദ്ധമായ പണി ലഭിക്കാൻ, മത്സ്യബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും സമൃദ്ധമായ പണി ലഭിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, കൊറോണ രോഗബാധയിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അങ്ങയുടെ പ്രിയ മക്കളെ കാത്തുപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, പുൽമുട്ടുകൾ സ്ഥാപിച്ച് കടലാക്രമണത്തെ ചെറുക്കുവാനുള്ള ഞങ്ങളെ എല്ലാ പ്രയത്നങ്ങളും വിജയകരമായി തീരാൻ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം.
കർത്താവായ ദൈവമേ, ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അങ്ങ് കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ നിരന്തരം പാലിച്ചുകൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടൊള്ളണമേ. ആമേൻ. രക്ഷകായിയപ്പവും വീഞ്ഞുമീയാകവേദിയിൽ കാഴ്ചയായിരുന്നു നൽകുവാൻ ഒന്നു ചേർന്നിടാനിൽക്കുന്നു. രക്ഷകായിയപ്പവും വീഞ്ഞുമീയാകവേദിയിൽ കാഴ്ചയായിന്നു നൽകുവാൻ ഒന്നു ചേർന്നിടാനിൽക്കുന്നു. സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ, സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ. പാപമോചനമേകുവാൻ നിൻ ശരീരവും ചോരയും, പാപമോചനമേകുവാൻ നിൻ ശരീരവും ചോരയും കാൽവരി കുന്നിൻ വേദിയിൽ യാഗമായൊന്നു തന്നു നീ. നിന്റെ ബലിയോർത്തിനാ കാഴ്ചയേകുന്നു ഞങ്ങളെ. സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ, സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ. നിന്നിൽദാനമാം ജീവിതം എന്റെ കൈകളിൽ തന്നു നീ. നിന്നിൽദാനമാം ജീവിതം എന്റെ കൈകളിൽ തന്നു നീ. ദുഃഖവും ലോകപീഡയും ആശയും വന്നിരാശയും കാസയിൽ ചേർത്തു നൽകിടാൻ ഏറ്റുവാങ്ങണേ ദൈവമേ. സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ, സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ. പ്രിയ സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ഈ ബലി
കാരുണ്യവാനായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ സഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ഈ വെളിപ്പെടുത്തലിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങേ വിശ്വാസികളുടെ ബലിവസ്തു ലോകത്തിന്റെ പാപങ്ങൾ കാരുണ്യപൂർവ്വം കഴുകിക്കളയാൻ തിരുവുള്ളമായ അവിടുത്തെ ബലിയായി പരിണമിപ്പിക്കുമാറാകണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവീശ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് ജോർദാൻ നദിയിൽ വെച്ച് അത്ഭുതകരമായ രഹസ്യങ്ങളാൽ ഒരു നവസ്നാനം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അങ്ങനെ സ്വർഗത്തിൽ നിറങ്ങി വന്ന ശബ്ദത്തിലൂടെ അങ്ങേ വചനം മനുഷ്യരിടയിൽ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടാൻ അങ്ങിടയാക്കി. മാത്രമല്ല, പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിലൂടെ അങ്ങേ ദാസനായ ക്രിസ്തു ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടുവെന്നും ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെട്ടുവെന്നും അറിയിക്കുവാനും അങ്ങ് തിരുമനസ്സായി. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോട് ചേർന്ന് ഭൂമിയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ മഹാമഹിമയ്ക്ക് മുൻപിൽ ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. തിരുപദമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണല്ലോ ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ. എന്തെന്നാൽ ഇത്
നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുനാഥന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടും സന്യാസികളോടും വിശ്വാസികളോടും ഒത്ത് അങ്ങയുടെ സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും മരിച്ചുപോയി നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികളും ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. യേശുനാഥനെ സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് പരമമായ ആരാധന നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവം സ്നേഹപിതാവാണ്. യേശുനാഥനെ തൻ്റെ പ്രിയപുത്രൻ എന്ന് വിളിച്ചതുപോലെ നമ്മെല്ലാവരെയും മാമോദീസായിലൂടെ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളാക്കിയിരിക്കുന്നു. ആകയാൽ പ്രത്യാശയോടെ നമുക്ക് അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ ആഹാരം
എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങൾ ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളം അനുസരിച്ച് അങ്ങയുടെ സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടലണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണേ. ശാന്തി നൽകണേ. ശാന്തി നൽകണേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്തിന്റെ പ്രിയപുത്രൻ. അവിടുത്തെ സ്നേഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുനാഥന്റെ ശരീരരക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
ആനന്ദ സായുജ്യ നിമിഷം അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം അനവധ്യ സുന്ദര നിമിഷം ഈശോയും ഞാനും ഒന്നായി തീരും ആനന്ദ സായുജ്യ നിമിഷം അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം അനവധ്യ സുന്ദര നിമിഷം ഹൃദയത്തിൽ വന്ന് വാഴുവാനണയുന്ന നിമിഷം വർണ്ണിക്കാനാവാത്ത നിമിഷം ഈശോയും ഞാനും ഒന്നായി തീരും ആനന്ദ സായുജ്യ നിമിഷം അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം അനവധ്യ സുന്ദര നിമിഷം. നമുക്കൊരു സ്തോത്രഗീതം ആലപിക്കാം. ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ പാരിതിന്നതിനാഥനായങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ ദേവദൂതന്മാരേവരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും ക്രോവേശാപ്പിൻ വൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ കാത്തിടൂനാഥനിൻ ജനങ്ങളെ ആശിസേകണേ നിത്യവും നീ ഭരിക്കുക നിൻ ജനങ്ങളെ ഉന്നതി ഇവർക്കിടണേ നിത്യവും ഞങ്ങളങ്ങേ വാഴ്ത്തും നിപ്പാവന നാമവും സദാ പാവന നാമവും സദാ ഇന്നു ഞങ്ങളിൽ പാപമേശായി നിന്നനുഗ്രഹം നൽകണേ ആശ്രയിച്ചിവർ തീവ്രമായങ്ങിൽ തിങ്ങും കാരുണ്യം പുൽകുവാൻ അർപ്പിച്ചു നിന്നിലാശ സർവവും ലേശം ലജ്ജിക്കയില്ല ഞാൻ ലേശം ലജ്ജിക്കയില്ല ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവ്യദാനത്താൽ പരിപോഷിതരായി ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഏകജാതനെ
വിശ്വസ്തയോടെ ശ്രവിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ യഥാർത്ഥ മക്കളെന്ന് വിളിക്കപ്പെടാനും അപ്രകാരമായിരിക്കാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. നമുക്ക് അല്പസമയം ഇരിക്കാം. വിവാഹ പരസ്യം. ഈ ഇടവക സാംസന്റെയും ആലീസിന്റെയും മകൻ ടോണി ഫെർണാണ്ടസ്, ഈ ഇടവക ചെറിയവറമ്പിൽ ലില്ലിയുടെയും ജെസ്സിയുടെയും മകൾ ശില്പ, ഈ ഇടവക പുളിയമ്പള്ളി സന്തോഷിന്റെയും സലോമയുടെയും മകൾ സാന്ദ്ര, ഇവലിൻ, കൊച്ചിരുപത് എരമല്ലൂർ സെന്റ് ജൂഡ് ഇടവക നിരക്കശ്ശേരിയിൽ ജോയിയുടെയും എൽസിയുടെയും മകൻ ജാക്സൺ, ഈ ഇടവക വടക്കേപ്പറമ്പ് സുബ്രഹ്മണ്യന്റെയും ബീനയുടെയും മകൾ അമൃത, കണ്ണമാലി ക്രിസ്തുരാജപ്പള്ളി ഇടവക പൊള്ളയിൽ ജോസഫിന്റെയും ത്രേസ്യയുടെയും മകൻ അലൻ സിറാജ്, ഈ ഇടവക കുന്നേൽ വിൻസെന്റിന്റെയും മേഴ്സിയുടെയും മകൾ വിനീത വിൻസെന്റ്, കൊച്ചി 20 കുമ്പളങ്ങി ഹോളി മേരീസ് ചർച്ച് ഇടവക ചക്കാലയ്ക്കൽ ലോറൻസിന്റെയും മറിയാമ്മയുടെയും മകൻ നിജോയ് ജോസഫ്, ഈ ഇടവക അത്തിപ്പൊഴി ആന്റണിയുടെയും മരിയയുടെയും മകൻ ജോസഫ് ആഷിൽ, കൊച്ചി 20 കണ്ണമാലി സെന്റ് ആനീസ് ചർച്ച് ഇടവക വാഴക്കൂട്ടത്തിൽ സേവ്യറിന്റെയും മറിയാമ്മയുടെയും മകൾ യാഹ്വേ ഷാമ, ഈ ഇടവക ഈലിപ്പറമ്പിൽ ക്ലീറ്റസിന്റെയും കൊച്ചുത്രേസ്യയുടെയും മകൾ സെലിൻ സ്റ്റെഫി, വരാപ്പുഴ അതിരൂപത കടവന്ത്ര സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവക കാട്ടുംപുറത്ത് അലോഷ്യസിന്റെയും ആൻസിയുടെ മകൻ അവറാച്ചൻ, ഈ ഇടവക കൊച്ചുവീട്ടിൽ ജോൺസന്റെയും ലൈജുവിന്റെയും മകൻ ബെയ്സിൽ, വരാപ്പുഴ അതിരൂപത വെണ്ടൂരുത്തി സെയിന്റ് പീറ്റർ ആൻഡ് പോൾ ചർച്ച് ചെട്ടിവീട്ടിൽ ജേക്കബിന്റെയും മേഴ്സിയുടെയും മകൾ അനു മരിയ, ഈ ഇടവക കൊമരോത്ത് ക്ലീറ്റസിന്റെയും ജാസ്മിന്റെയും മകൾ നിഫി, കൊച്ചിരൂപത അമരാവതി സെന്റ് പീറ്റർ ആൻഡ് പോൾ ചർച്ച് ഇടവക കുരിശങ്കൽ പീറ്ററിന്റെയും ജാക്കുലിന്റെയും മകൻ വിൻസെന്റ് ഒക്ടേവിയൻ, ഈ ഇടവക ചട്ടുവേലിക്കകത്ത് റോക്കി റോബിന്റെയും ഷേലിയുടെയും മകൾ ഫെൽമിയ, ചെല്ലാനം സെന്റ് സേവിയേഴ്സ് ചർച്ച് ഇടവക വാച്ചാക്കൽ ജോസഫിന്റെയും ആലീസിന്റെയും മകൻ അഗസ്റ്റിൻ സ്റ്റെഫിൻ, ഇവർ നമ്മൾ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഏതാനും അറിയിപ്പുകൾ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച 19,413 രൂപ, 6ാം യൂണിറ്റിൻ്റെ കാഴ്ചവയ്പ് 1,040 രൂപ, ട്രീസ ജോസഫ് വാച്ചാക്കൽ 30ാം ദിനാചരണം കാഴ്ചവയ്പ് 690 രൂപ, കാതറിൻ ആദ്യ കുർബാന സ്വീകരണം കാഴ്ചവയ്പ് 630 രൂപ, ആന്റണി കുളങ്ങര 1ാം ചരമവാർഷികം കാഴ്ചവയ്പ് 700 രൂപ. ദേവാലയ സംഭാവന ക്ലീറ്റസ് ഈലിപ്പറമ്പിൽ ആളമൻ സമൂഹത്തിന് ദേവാലയ സംഭാവന 2000 രൂപ, ക്രിസ് കേക്സ് 1000 രൂപ. ഇന്ന് ദീപവലിക്ക് നേതൃത്വം നൽകിയത് 7ാം കുടുംബ യൂണിറ്റാണ്. യൂണിറ്റ് ഭാരവാഹികൾക്കും കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയും ദൈവത്തിൻ്റെ അനുഗ്രഹം
പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നോടുകൂടി നമ്മുടെ ക്രിസ്മസ് കാലം സമാപിക്കുകയാണ്. നാളെ മുതൽ ആരാധനാക്രമത്തിലെ സാധാരണ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ആണ്ടുവട്ടം 1-ാമത്തെ ആഴ്ച സമാരംഭിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ഒക്കെ മാറ്റേണ്ട ദിവസമാണ്. ചിലയിടങ്ങളിൽ നക്ഷത്രം പിന്നെ അടുത്ത ക്രിസ്മസിനാണ് മാറ്റുക. അങ്ങനെ ആവരുത്. അതിൻ്റെ പ്രാധാന്യം ഓർത്ത് അതിൽ നിന്ന് മാറ്റാം. ഇനി പിന്നീട് അടുത്ത ക്രിസ്മസിനായിരിക്കും നമ്മൾ അതൊക്കെ ഉപയോഗിക്കുക. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കരിസ്മാറ്റിക് പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടായിരിക്കും 5:15 വരെ. വൈകുന്നേരത്തെ കുർബാന 5:30 ആയിരിക്കും. ഈ ആഴ്ചയിലെ കുടുംബ യൂണിറ്റ് വീട് വെഞ്ചരിപ്പും കുടുംബ യൂണിറ്റ് യോഗങ്ങളും ചൊവ്വാഴ്ച 12-ാം തീയതി ചൊവ്വാഴ്ച 4-ാം യൂണിറ്റ്, ബുധനാഴ്ച 5-ാം യൂണിറ്റ്, വ്യാഴാഴ്ച 6-ാം യൂണിറ്റ്, വെള്ളിയാഴ്ച 7-ാം യൂണിറ്റ്. അപ്പോൾ ഈ ആഴ്ചയിൽ 4, 5, 6, 7 യൂണിറ്റുകളുടെ വെഞ്ചരിപ്പും കുടുംബയോഗവുമായിരിക്കും. നമ്മുടെ കുടുംബ യൂണിറ്റ് മീറ്റിങ്ങിൽ നമ്മൾ പ്രിയപ്പെട്ട പുരുഷന്മാരുടെ പങ്കാളിത്തം വളരെ കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ പണിക്ക് പോയിട്ട് എത്തുന്നവരൊക്കെ അതിലെത്തുക, അങ്ങനെ നമ്മൾ സജീവമാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർട്ട് കൊച്ചി ജൂബിലി ITIയിൽ ഫിറ്റർ കോഴ്സിന് 10ാം ക്ലാസ് പാസ്സായവർക്ക് അഡ്മിഷനുള്ള ദിവസം 13-ാം തീയതി വരെ ഉണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുപോകാവുന്നതാണ്. മാനാശ്ശേരി സൗദി മത്സ്യത്തൊഴിലാളി കൂട്ടായ്മ നമ്മൾ ഒത്തിരി ചികിത്സാ സഹായങ്ങൾ അവർ നൽകുന്നുണ്ടെന്ന് നമുക്കറിയാം. പല കിഡ്നി ട്രാൻസ്പ്ലാന്റിനും മറ്റും 6 ലക്ഷം 1 ലക്ഷം അങ്ങനെയൊക്കെ ഒത്തിരി പേർക്ക് ചികിത്സയ്ക്ക് സഹായം നൽകുന്നുണ്ട്. ഒരു രോഗിക്ക് ഇന്ന് സഹായം എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് അവർ. അതുകൊണ്ട് അതിൽ സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 10 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് നമ്മൾ ബസ് വെയിറ്റിംഗ് ഷെഡിൽ സംഭാവന നൽകാവുന്നതാണെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. പിന്നെ കൗൺസിലറിൻ്റെ ഒരു അറിയിപ്പ്: വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന ഒരു സർട്ടിഫിക്കറ്റ് കോർപ്പറേഷനിൽ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കൗൺസിലറെ സമീപിക്കാവുന്നതാണ്. നമുക്ക് സമാപന പ്രാർത്ഥന ആശീർവാദത്തിനായിട്ട് എഴുന്നേൽക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവൻ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസപിതാവിനോടുള്ള ജപം: ഭാഗ്യപ്പെട്ട മാറിയോസേപ്പേ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേ പക്കൽ ഓടി വന്ന അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിന്റെ ശേഷം അങ്ങേ മധ്യസ്ഥതയും ഞങ്ങളിപ്പോൾ മനോസരണത്തോടുകൂടെ യാചിക്കുന്നു. ദൈവജനനിയായ അമലോത്ഭവകന്യകയോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യസ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശോയെ അങ്ങ് ആലിംഗനം ചെയ്ത അങ്ങേ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോ മിശിഹ തന്റെ തിരുരക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാൽ മഹത്വത്താൽ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനയം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിന്റെ ഇത്രയും വിവേകമുള്ള കാവൽക്കാര ഈശോ മിശിഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ. എത്രയും സ്നേഹമുള്ള പിതാവേ, അബദ്ധത്തിന്റെയും വഷളത്വത്തിന്റെയും കരകളൊക്കെയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങൾ എത്രയും വല്ലഭനായ പാലക അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ. അങ്ങൊരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിന്റെ തിരുസഭയെ ശത്രുവിന്റെ കെണിയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ.
ഞങ്ങൾ അങ്ങേ മാതൃക അനുസരിച്ച് അങ്ങേ സഹായത്താൽ ശക്തി പ്രാപിച്ച് പുണ്യജീവിതം കഴിക്കാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യഭാഗ്യം പ്രാപിക്കാനും തക്കവണ്ണം അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമീൻ. ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ, സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ